നമസ്കാരം. സംസ്ഥാനത്തെ ഏറ്റവും കുറച്ച് നിയമസഭാ സീറ്റുള്ള ജില്ല വയനാടാണ്. ആകപ്പാടെ വയനാട് 3 സീറ്റുകൾ മാത്രമാണുള്ളത്. മാനന്തവാടി, കൽപ്പറ്റ, സുൽത്താൻ ബത്തേരി. ഇതിൽ മാനന്തവാടിയും സുൽത്താൻ ബത്തേരിയും ST സംവരണമാണ്. മുസ്ലിം ലീഗിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള രണ്ടാമത്തെ ജില്ല എന്ന് വേണമെങ്കിൽ വയനാടിനെ വിശേഷിപ്പിക്കാമെങ്കിലും ഒരൊറ്റ സീറ്റ് പോലും മുസ്ലിം ലീഗിന് വയനാട്ടിലില്ല എന്നതും പ്രത്യേകതയാണ്. സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതലാണ് വയനാട്ടിൽ ക്രൈസ്തവരുടെ എണ്ണം എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ ക്രൈസ്തവർക്കും അവിടെ സീറ്റ് കിട്ടാറില്ല. കാരണം 2 സീറ്റുകൾ ആദിവാസി സംവരണമായതുകൊണ്ട് ഒരൊറ്റ ജനറൽ സീറ്റിലേക്കായിരിക്കും മത്സരം. നിലവിൽ മാനന്തവാടി LDF-നും സുൽത്താൻ ബത്തേരിയും കൽപ്പറ്റയും UDF-നുമാണ്. കൽപ്പറ്റയിൽ UDF വിട്ട് LDF-ലേക്ക് വന്ന വീരേന്ദ്രകുമാറിന്റെ മകൻ ശ്രേയാംസ് കുമാറിനെയാണ് T സിദ്ദിഖ് കഴിഞ്ഞ പിണറായി തരംഗത്തിലും കൽപ്പറ്റയിൽ തോൽപ്പിച്ചത്. വെറും 5470 വോട്ടിനാണ് സിദ്ദിഖ് ജയിച്ചതെങ്കിലും MLA എന്ന നിലയിൽ സിദ്ദിഖ് കൽപ്പറ്റയുടെ ഹൃദയം കീഴടക്കി. പ്രത്യേകിച്ച് വലിയ ഉരുൾപൊട്ടലുണ്ടായി നിരവധി പേരുടെ ജീവനെടുത്ത ചൂരൽമലയും മുണ്ടക്കയും അടക്കമുള്ള പ്രദേശങ്ങൾ കൽപ്പറ്റയുടെ കീഴിലാണ്. അവരുടെ പുനരധിവാസ പ്രവർത്തനം അടക്കം എല്ലാത്തിനും സാധാരണക്കാരനെ പോലെ നേതൃത്വം കൊടുത്ത് ജനഹൃദയം കീഴടക്കിയ സിദ്ദിഖിനെ ഇക്കുറി ജനങ്ങൾ കാത്തിരിക്കുന്നത് കുറഞ്ഞത് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഇക്കുറി LDF-ന് ഒരു പ്രതീക്ഷയും കൽപ്പറ്റയിലില്ല. പിണറായി തരംഗത്തിലും മത്സരിച്ചു തോറ്റ ശ്രേയാംസ് കുമാറിന് കൽപ്പറ്റയിൽ മത്സരിച്ചു തോൽക്കാൻ ഒരു താല്പര്യവുമില്ല. മാതൃഭൂമി TV പോലെ ശക്തമായ ഒരു ചാനലിന്റെയും ഉടമയായിട്ടും LDF-ന്റെ അടുക്കളയിൽ ഉച്ഛിഷ്ടം തിന്ന് വെറുതെ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ ശ്രേയാംസ് കുമാറിന് വിഷമമുണ്ട്. ശ്രേയാംസിന് UDF-ലേക്ക് പോകാൻ ആഗ്രഹവുമുണ്ട്. പക്ഷേ ശ്രേയാംസിന്റെ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ശക്തിയുള്ള കൽപ്പറ്റയും വടകരയും അവർക്ക് ലഭിക്കില്ല എന്നതാണ് നിരാശാജനകം. കൽപ്പറ്റയിലെ സിറ്റിംഗ് MLA ആയ സിദ്ദിഖിനെ മാറ്റുക സാധ്യമല്ലാത്തതുപോലെ തന്നെയാണ് വടകരയിൽ KK രമയെ മാറ്റുന്നതും സാധ്യമല്ലാത്തത്. അതുകൊണ്ട് തന്നെ UDF-ലേക്ക് വന്നാലും ശ്രേയാംസ് കുമാറിനെ മറ്റേതെങ്കിലും സ്ഥലം തേടിപ്പോവേണ്ടി വരും. കോഴിക്കോട്ടോ കണ്ണൂരോ പാലക്കാട്ടോ ഒക്കെ സീറ്റ് തേടിപ്പോയാലും വിജയസാധ്യത ഇല്ല എന്നാണ് ശ്രേയാംസ് കുമാർ ആശങ്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചതിച്ച ജാതകം ഇക്കുറിയും ശ്രേയാംസ് കുമാറിനെയും RJDയെയും ചതിക്കുമെന്ന് തീർച്ച. മാനന്തവാടി മാത്രമാണ് LDF-ന് കഴിഞ്ഞ തവണ ജയിക്കാൻ കഴിഞ്ഞത്. 9282 വോട്ടിനാണ് OR കേളു മാനന്തവാടിയിൽ ജയിക്കുന്നത്. 2024 രാധാകൃഷ്ണൻ MP ആയി പോയപ്പോൾ കേളുവിന് മന്ത്രിയാകാനും ഭാഗ്യം ലഭിച്ചു. കേളു തന്നെയായിരിക്കും മാനന്തവാടിയിലെ LDF സ്ഥാനാർത്ഥി. എന്നാൽ UDF-ന്റെ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ആശങ്ക ശക്തമാണ്. മുൻ മന്ത്രി കൂടിയായ ജയലക്ഷ്മി മാനന്തവാടിയിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ജയലക്ഷ്മി മത്സരിച്ചാൽ തോറ്റുപോകും എന്ന് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഏകമനസ്സോടെ പറയുന്നു. പ്രാദേശിക നേതൃത്വത്തിന് ഒരു തരത്തിലുള്ള താല്പര്യവും ജയലക്ഷ്മിയോടില്ല. അവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. NDA ഘടകകക്ഷിയായിരുന്ന ജാനുവിന്റെ പാർട്ടി ഇപ്പോൾ UDF-ന്റെ ഭാഗമാണ്. അൻവറിനൊപ്പം ഈ അടുത്ത കാലത്ത് അസോസിയേറ്റ് അംഗത്വം കൊടുത്തു കൊണ്ടുവന്നതാണ് ജാനുവിനെ. സ്വാഭാവികമായും ജാനുവിന് ഒരു സീറ്റ് കൊടുക്കാനുള്ള ബാധ്യത LDF-നുണ്ട്. PV അൻവറിന് ബേപ്പൂരെങ്കിലും കൊടുക്കും എന്ന് കരുതപ്പെടുന്നത് പോലെ CK ജാനുവിനും ഒരു സീറ്റ് കൊടുക്കേണ്ടതുണ്ട്. CK ജാനു പ്രതീക്ഷിക്കുന്നതും ആവശ്യപ്പെട്ടിരിക്കുന്നതും മാനന്തവാടിയാണ്. എന്നാൽ മാനന്തവാടിയിൽ CK ജാനുവിനെ അടുപ്പിക്കില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഒറ്റ മനസ്സോടെ പറയുന്നു. പ്രാദേശിക നേതാക്കൾ ഒരുമിച്ച് പറയുന്നു, ഞങ്ങൾക്ക് CK ജാനുവിനെ വേണ്ട. ഇന്നലെ വരെ BJPയുടെ ഭാഗമായിരുന്ന ഒരു നേതാവിനെ എന്തു വിശ്വസിച്ച് ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കും എന്നാണ് കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ആകപ്പാടെ ആശയക്കുഴപ്പത്തിലാണ്. CK ജാനുവിനെ വഴിയാധാരമാക്കാൻ നിവർത്തിയില്ല. ഒരു സീറ്റ് കൊടുത്തേ മതിയാവൂ. കൊടുക്കാൻ പറ്റിയ സീറ്റ് മാനന്തവാടിയാണ്. മാനന്തവാടിയിൽ CK ജാനു മത്സരിച്ചാൽ പാർട്ടിക്കാർ തന്നെ വാരുമെന്നും അങ്ങനെ OR കേളു ജയിക്കുമെന്നും ഉള്ള സാഹചര്യമാണ് രൂപപ്പെടുന്നത്. CK ജാനുവിനെ എടുത്ത് അക്ഷരാർത്ഥത്തിൽ പുലിവാല് പിടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നതാവും ഉചിതം. ഈ സാഹചര്യത്തിൽ മറ്റൊരു ഫോർമുലയ്ക്ക് വയനാട്ടിലെ UDF രൂപം കൊടുക്കുന്നുണ്ട്. സുൽത്താൻ ബത്തേരിയിലെ MLA ആയ IC ബാലകൃഷ്ണനെ മാനന്തവാടിയിലേക്ക് മാറ്റുക എന്നതാണ് ആ പദ്ധതി. IC ബാലകൃഷ്ണനെ ഒരു കോഴക്കേസിൽ കുടുങ്ങിയിരിക്കുകയാണ്. കോഴയുടെ ഭാഗമായി പ്രാദേശിക നേതാവിന്റെ മരണവും അതുണ്ടാക്കിയ ഭൂകമ്പവും ഇന്നും IC ബാലകൃഷ്ണനെയും കോൺഗ്രസ് പാർട്ടിയെയും വിട്ടുപോയിട്ടില്ല. ആ കോഴക്കേസിന്റെ പശ്ചാത്തലത്തിൽ IC ബാലകൃഷ്ണൻ സുൽത്താൻ ബത്തേരിയിൽ മത്സരിക്കുന്നത് സുരക്ഷിതമല്ല എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം ഏറെയാണ്. അതുകൊണ്ട് IC ബാലകൃഷ്ണനെ മാനന്തവാടിയിലേക്ക് മാറ്റണമെന്നാണ് സുൽത്താൻ ബത്തേരിയിലുള്ള പ്രാദേശിക നേതാക്കളുടെ ആവശ്യം.
IC ബാലകൃഷ്ണന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നതുവരെ മാനന്തവാടിയുടെയും സുൽത്താൻ ബത്തേരിയുടെയും കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വയനാട്ടിലെ കോൺഗ്രസ് പാർട്ടി. വയനാട്ടിലെ കോൺഗ്രസ് പാർട്ടിയുടേത് വല്ലാത്തൊരു ഗതികേട് തന്നെയാണ്. 3 സീറ്റിലും മത്സരിക്കുന്നത് കോൺഗ്രസ് പാർട്ടി. 3 മത്സരിച്ച് ജയിക്കാൻ കപ്പാസിറ്റിയുമുണ്ട്. ശക്തമായി പിണറായി തരംഗ കാലത്ത് പോലും കഴിഞ്ഞ തവണ 2 സീറ്റ് നേടിയപ്പോൾ OR കേളുവിന്റെ മാനന്തവാടിയിലെ 10,000-ൽ താഴെയുള്ള ഭൂരിപക്ഷം മറികടക്കാൻ ഒരു പ്രയാസവുമില്ല. എന്നാൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവസാന നിമിഷം വരെ തുടരുന്ന അനിശ്ചിതത്വം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വെച്ചുമാറ്റം, CK ജാനുവിനെ അക്കമഡേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്വം, ഇതെല്ലാം കൂടിക്കലർന്ന് വയനാട്ടിലെ കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങിമറിയുകയാണ്. ഉറപ്പായും ജയിക്കേണ്ട 3 സീറ്റിൽ ഒരെണ്ണം എന്തായാലും ഈ കോലാഹലങ്ങൾക്കൊടുവിൽ പോയി കിട്ടും എന്ന് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ അടക്കം പറച്ചിൽ.